രാഷ്ട്രീയ പാർട്ടികൾക്ക് വിജയിക്കാനുള്ള ഒരു മത്സരം മാത്രമാണോ? അല്ലേ അല്ല. തങ്ങളെ ഏറ്റവും നല്ല മാതൃകയായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അങ്ങനെയിരിക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വർഗീയ വിഷം തുപ്പിയവർക്കെതിരായ നടപടി വെറും ഒരു ഉപദേശത്തിൽ ഒതുക്കാനാകുമോ? ആകുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. താരപ്രചാരകർ നടത്തുന്ന വർഗീയ വിവാദ പ്രസ്താവനകൾ നിയന്ത്രിക്കണമെന്നും പെരുമാറ്റച്ചട്ടം പാലിക്കണമെന്നും ഭരണകക്ഷിയായ BJPക്കും മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിനും നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈസിയായി കൈകഴുകിയിരിക്കുകയാണ്. BJP അധ്യക്ഷൻ JP നദ്ദയ്ക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്കും അയച്ച കത്തിൽ രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് പാരമ്പര്യം ദുർബലപ്പെടുത്താൻ അനുവദിക്കില്ലെന്ന് കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ആ പാരമ്പര്യം ലംഘിച്ചവർക്കെതിരെ നടപടിയെടുക്കുന്ന കാര്യത്തിൽ പക്ഷേ കമ്മീഷന് മിണ്ടാട്ടമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിം വിദ്വേഷ പരാമർശം നടത്തിയതിനെതിരെ കോൺഗ്രസ് നൽകിയ പരാതിയിലും രാഹുൽ ഗാന്ധി അഗ്നിവീർ വിഷയത്തിലും ഭരണഘടന തിരുത്തി എഴുതണമെന്ന് പറഞ്ഞതും ചൂണ്ടിക്കാട്ടി BJP നൽകിയ പരാതിയിലുമാണ് കമ്മീഷൻ ഇരു പാർട്ടികൾക്കും വ്യത്യസ്തമായി 2 കത്തുകൾ നൽകിയത്. എന്നാൽ ഇത്തരം ഒരു കത്തിൽ ഒതുക്കാനുള്ളതാണോ ഈ വിഷയം? പൊതുവായ താരപ്രചാരകർക്കെതിരായ പരാതിയാണോ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ചെന്നിട്ടുള്ളത്? ഇതിനിടയിൽ ഒരു കാര്യം കൂടി പറഞ്ഞു പോകട്ടെ. ഞങ്ങളുടെ വീഡിയോകൾ മിസ്സാകാതെ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ എണ്ണം പറഞ്ഞ പരാതികളാണ് പലവിധ സംഘടനകൾ നൽകിയത്. അതിൽ BJPക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസും അയച്ചിരുന്നു. പക്ഷെ നടപടിയൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ താരപ്രചാരകരെ നിയന്ത്രിക്കണമെന്ന ഒരു പൊതുവായ നിർദ്ദേശം നൽകി തലയൂരിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 320ാമത് വകുപ്പ് പ്രകാരം ഏത് അധികാര സ്ഥാനത്തിരിക്കുന്ന ആളായാലും സ്ഥാനമാനങ്ങൾ നോക്കാതെ നടപടിക്രമങ്ങൾ തെറ്റിച്ചാൽ നടപടിയെടുക്കേണ്ട സംവിധാനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്നാൽ ഇത് മോദിയുടെ കാര്യത്തിൽ പാടെ തെറ്റിച്ചിരിക്കുകയാണ്. നമ്മുടെ ഭരണഘടന പ്രകാരം തിരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടവും നിർദ്ദേശാധികാരവും നിയന്ത്രണവും തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമാണ്. അതൊരു പ്ലീനറി അധികാരമാണ്. സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്ന മൗലിക അവകാശമാണ്. അത് നിറവേറ്റേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയും. ആരെങ്കിലും വിദ്വേഷകരമായ പരാമർശം നടത്തി തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചാൽ ഉപദേശിച്ചു വിടാനുള്ളതല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. മറിച്ച് ക്രിമിനൽ കുറ്റം ചാർത്തി പ്രചാരണ വിലക്കടക്കമുള്ള നടപടി എടുക്കുകയാണ് വേണ്ടത്. ഇന്ത്യൻ ഭരണഘടന അതാണ് നിർദ്ദേശിക്കുന്നത്. അത്തരമൊരു നടപടി എടുത്തിരുന്നെങ്കിൽ ഭരണഘടന അനുശാസിക്കുന്ന നിയമം നടപ്പാക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മുടെ രാജ്യത്തിന് അഭിമാനമായേനെ. എന്നാൽ ഇവിടെ നടന്നത് അതൊന്നുമല്ല. പൊതുവായ നിർദ്ദേശം നൽകി തിരഞ്ഞെടുപ്പ് നടപടികളെ പുകമറയ്ക്കുള്ളിൽ നിർത്തിയിരിക്കുകയാണ് EC. പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയിലും രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയിലും ഒരുപോലെ പ്രശ്നങ്ങളുണ്ട്. അഗ്നിവീർ പദ്ധതിയെപ്പറ്റി രാഹുൽ പറഞ്ഞത് വളരെ മോശമായ കാര്യമാണ്. രാജ്യത്തിന്റെ പോളിസികളെ പറ്റി പറയാം, വിമർശിക്കാം. പക്ഷേ നമ്മുടെ സൈനികരെ 2 തട്ടിലാക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കരുതായിരുന്നു. അത് നിർബന്ധമായും ഒഴിവാക്കേണ്ടതായിരുന്നു. പക്ഷെ അതിനേക്കാൾ ഭീകരമാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ മോദി പറഞ്ഞത്. നുഴഞ്ഞുകയറ്റക്കാരെന്നും കൂടുതൽ കുട്ടികൾ ഉള്ളവരെന്നുമൊക്കെ രാജ്യത്തിന്റെ ജനങ്ങളിൽ ഒരു വിഭാഗത്തെ വിശേഷിപ്പിക്കുന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. ഒരു പ്രധാനമന്ത്രി ഒരിക്കലും പറയരുതാത്ത പ്രസ്താവനയായിരുന്നു അത്. ഇത് പരിശോധിച്ച EC എന്തുകൊണ്ടാണ് ഇതിനെതിരെ നടപടിയെടുക്കാത്തത് എന്നൊരു ചോദ്യചിഹ്നമാണ്. വെറുമൊരു നോട്ടീസിൽ ഒതുക്കാവുന്ന കാര്യങ്ങളാണോ ഇവ രണ്ടും? നരേന്ദ്രമോദി എന്ന BJP നേതാവ് നടത്തിയ പരാമർശത്തിനെതിരെ യുക്തിസഹമായ കാര്യകാരണങ്ങൾ കാട്ടി നടപടിയെടുത്ത് വേണമായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ മാതൃക കാട്ടാൻ. അല്ലാതെ ഉപദേശിച്ച് നന്നാക്കുകയായിരുന്നില്ല വേണ്ടത്. പരസ്പരം വിദ്വേഷം ജനിപ്പിക്കുന്നതും മതവും ജാതിയും പറഞ്ഞ് ജനങ്ങളെ വേർതിരിക്കുന്നതുമായ പരാമർശങ്ങൾ ആവർത്തിക്കരുതെന്ന് BJP അധ്യക്ഷൻ അയച്ച കത്തിൽ കമ്മീഷൻ പ്രത്യേകം നിർദ്ദേശം നൽകിയെന്നതാണ് അല്പം ഒരു ആശ്വാസം പകരുന്നത്. താരപ്രചാരകർ വർഗീയ പ്രചാരണം നടത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. രാജ്യത്തിന്റെ സാമൂഹിക സാംസ്കാരിക ചുറ്റുപാടുകൾ തിരഞ്ഞെടുപ്പിന്റെ പേരിൽ അപകടത്തിലാക്കാനാകില്ല. മതവും വർഗീയ പരാമർശങ്ങളും ഒഴിവാക്കണം. നോട്ടീസ് അയച്ചിട്ടും BJP താരപ്രചാരകർ വർഗീയ പ്രചാരണം തുടരുന്നുവെന്നും കമ്മീഷൻ കത്തിൽ എടുത്തു പറയുന്നുണ്ട്. അഗ്നിവീർ പദ്ധതിയെക്കുറിച്ചുള്ള രാഹുലിന്റെ പ്രചാരണം ചൂണ്ടിക്കാട്ടി സൈന്യത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും ഭിന്നിപ്പുണ്ടാകുന്ന പ്രസ്താവനകൾ നടത്തരുതെന്നും മല്ലികാർജുൻ ഖാർഗെയ്ക്ക് അയച്ച കത്തിൽ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. BJP ഭരണത്തിലെത്തിയാൽ ഭരണഘടന തിരുത്തുമെന്ന പരാമർശങ്ങൾ കോൺഗ്രസ് ഒഴിവാക്കേണ്ടതുണ്ട്. മോദിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പേരുകൾ പരാമർശിക്കാതെയാണ് കമ്മീഷൻ ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ കത്തിൽ നൽകിയിട്ടുള്ളത്. BJPയും കോൺഗ്രസും നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്നും കമ്മീഷൻ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ നടപടിയെടുക്കുന്ന കാര്യത്തിൽ മാത്രം മിണ്ടാട്ടമില്ല.